റിയൽമി 15 Pro ഈ കിട്ടിയേക്കുന്ന ബോക്സ് തുറക്കുമ്പോൾ കണ്ടില്ലേ കുറെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. AI പാർട്ടി ഫോൺ. ബോക്സിനകത്ത് റിയൽമി 15 Proയും ഉണ്ട്, ബഡ്സ് T200 ഉണ്ട്. ലൈറ്റ് ഉള്ള പെട്ടിയൊക്കെ തന്നെ സുഖിപ്പിക്കുന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. സത്യത്തിൽ എന്താണ് ഈ AI പാർട്ടി ഫോൺ? ഈ സ്മാർട്ട് ഫോൺ വെർത്താണോ? ഇതിൽ എന്തൊക്കെയാണുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഫോണിന്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കളറിനും ഓരോ ടൈപ്പ് ഫിനിഷാണ്. ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഇത് ഗ്രീൻ ആണ്, ശരിക്കും ബ്ലാക്ക് പോലെ ഉണ്ടല്ലേ. ഈ ഗ്രീൻ ഫിനിഷിന് ഒരു സാൻഡ് പേപ്പർ പോലത്തെ, ഈ ശബ്ദം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷൻ വരും, ബട്ട് സാൻഡ് പേപ്പർ പോലത്തെ ഒരു ഫീലാണ്. ലെതർ ഫിനിഷ് ഒന്നും പറയാൻ പറ്റില്ല, മാറ്റ് ഫിനിഷ് ഒന്നും പറയാൻ പറ്റില്ല. സൈഡിലത്തെ ഫ്രെയിം കുറച്ച് കേർവ്ഡ്, മുകളിലത്തെയും താഴത്തെയും ഫ്രെയിം ഫ്ലാറ്റ് ആണ്. മുകളിലത്തെയും താഴത്തെയും ഫ്രെയിം ഫ്ലാറ്റ് ആണ്. ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 4 സൈഡും കേർവ്ഡ് ആണ്. മുകൾ ഭാഗവും താഴ്ഭാഗവും ചെറിയൊരു കർവച്ചറും, സൈഡ്സ് നല്ലപോലെ കേർവ്ഡും ഉണ്ട്. ഇതിനെ ഒരു 4D+ കർവ് ഡിസ്പ്ലേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. മുകളിലായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ, താഴെ സ്പീക്കർ, USB-C, ഡ്യുവൽ നാനോ സിം ഇടാൻ പറ്റുന്ന സിം ട്രേ. ഇനി ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ക്യാമറാസ് കാണാം. 50 മെഗാപിക്സൽ AI ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുക? ഇത് ഒന്നാമത്തെ ക്യാമറ, ഇത് രണ്ടാമത്തെ ക്യാമറ, ഇത് മൂന്നാമത്തെ ക്യാമറ. ഇവിടെയാണ് നിങ്ങൾക്ക് ലേശം തെറ്റുപറ്റിയത്. ഈ കാണുന്ന കണ്ടു, ഇത് പ്രൈമറി 50 മെഗാപിക്സൽ ക്യാമറ, ഇത് രണ്ടാമത്തെ 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, ഇത് മൂന്നാമത്തെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡിസൈൻ എലിമെന്റ് മാത്രം. അതിന്റെ മുകളിലായിട്ട് IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടി. അപ്പോൾ ഈ 50 മെഗാപിക്സൽ ക്യാമറ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ക്യാമറ എവിടെയാ? അത് മുന്നിലാണ്. അതുകൊണ്ട് ഈ ഡിസൈൻ കണ്ടിട്ട് ആ പറച്ചിൽ കണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ശരി പോട്ടെ. പ്രൈമറി ക്യാമറ 50 മെഗാപിക്സലിന്റെ സോണി IMX896 സെൻസർ ആണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ട്. ഫോട്ടോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അടുത്തത് 50 മെഗാപിക്സലിന്റെ ഒരു OmniVision 50D എന്ന് പറഞ്ഞ അൾട്രാ വൈഡ് ക്യാമറ. OIS അല്ല, EIS ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതിലും എടുത്തിരിക്കുന്ന ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി മൂന്നാമത്തെ ഫ്രണ്ടിലുള്ള 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഈ സെയിം അൾട്രാ വൈഡിൽ കൊടുത്തിരിക്കുന്ന സെയിം സെൻസർ തന്നെയാണ്. അതിലെടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോ സാമ്പിൾസും കാണിച്ചു തരാം. ഈ മൂന്നെണ്ണത്തിൻ്റെയും ഫോട്ടോസിനേക്കാൾ കൂടുതൽ റിയൽമി ഫോക്കസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വാട്ടർമാർക്കുകളിലാണ്. എൻ്റെ അമ്മയെ എന്തൊക്കെ ഈ ഫ്രെയിമിൽ ഇഷ്ടം പോലെ ഫ്രെയിമുകൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്, പല രീതിയിൽ പല ടൈപ്പിൽ. സോ ഫ്രെയിമുകളിലാണ് ഇവരുടെ മെയിൻ പരിപാടി. മൂന്നും 50 മെഗാപിക്സൽ ക്യാമറ ആയതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും 4K 60 FPS വീഡിയോ എടുക്കാം. ഈ കാണുന്ന വീഡിയോ ആണ് പ്രൈമറി ആയിട്ടുള്ള 50 മെഗാപിക്സൽ ക്യാമറയിൽ എടുത്തിരിക്കുന്നത്. ഇത് OIS ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നുണ്ട്. ഇനി ഇത് അൾട്രാ വൈഡ് ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു 4K 60 FPS വീഡിയോ ആണ്. EIS ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണുള്ളത്. ആൻഡ് ഇത് ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണ്. അത്യാവശ്യം സ്റ്റേബിൾ ആണ്. HDR മാനേജ്മെന്റ് പോരാ, ബട്ട് ഓക്കെ, ടിപ്പിക്കൽ റിയൽമി സ്റ്റൈൽ ഫ്രണ്ട് സെൽഫി വീഡിയോസ്. അപ്പോൾ ഈ ബോക്സ് തുറന്ന സമയത്ത് AI പാർട്ടി ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ പാർട്ടി എന്ന് ചോദിച്ചാൽ, ഈ അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് ചുറ്റും കണ്ടു ഒരു വൈറ്റ് കളറിലെ റിങ്. ഈ റിങ് ശരിക്കും പറഞ്ഞാൽ പല കളറിൽ കത്തിക്കാം. പല ലൈറ്റിംഗ് എഫക്റ്റും പൾസിങ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഈ ലൈറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ അത് ആ മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് 2 ഫ്ലാഷ് കാണാം. ഇതിലൊരു ഫ്ലാഷ് വാം ടോണും ഒരു ഫ്ലാഷ് കൂൾ ടോണും ആണ്. ഇനി പാർട്ടി മോഡ് എവിടെയാണെന്ന് വെച്ചാൽ, ഫോട്ടോ മോഡ് എടുത്തിട്ട് അതിനകത്ത് ആ ഫോട്ടോയുടെ മുകളിൽ ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ പാർട്ടി എന്ന് വരും. ഈ പാർട്ടിക്കകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഇത്തരത്തിൽ ഫോട്ടോയുടെ ബാക്കിലുള്ള ലൈറ്റിനെ സ്റ്റാർ ആക്കാം, ലവ് ആക്കാം. അതിലുപരി ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറൈറ്റി ഫ്രെയിമുകൾ, ഇതിൻ്റെ സെറ്റിംഗ്സിൽ പോയി വാട്ടർമാർക്കിൽ പോയിട്ട് നിങ്ങൾക്ക് പലതരം പാർട്ടി ഫ്രെയിമുകൾ ഇടാനായിട്ട് പറ്റും. സോ ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതിനെ AI പാർട്ടി ഫോൺ എന്ന് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ ശരിക്കും ഇതിനെ AI പാർട്ടി ഫോൺ ആയിട്ടല്ല മാർക്കറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അതിനേക്കാൾ ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ ഇതിനകത്തുണ്ട്. ചേഞ്ച് ദ പേഴ്സൺസ് ഷർട്ട് ഇൻ ടു എ ബ്ലാക്ക് സ്യൂട്ട്. അതാണ് AI എഡിറ്റ് ജീനി. ഒന്നുമില്ല, ഒരു ഫോട്ടോ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കും. ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ ജസ്റ്റ് AI എഡിറ്റ് ജീനി എടുത്തിട്ട് ഒന്നിലെ AIനോട് ചോദിക്കുക, ഇതിനകത്ത് എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്, AI ഇൻസ്പിറേഷൻ, അത് പറഞ്ഞു തരും. അല്ലെങ്കിൽ ജസ്റ്റ് ആ താഴെ കാണുന്ന സ്പീക്കിനോ പ്രസ് ഹോൾഡ് ചെയ്തിട്ട് പറയുക, എനിക്ക് ഇന്ന സാധനമാണ് ചെയ്യേണ്ടത്. ഒരു രക്ഷയില്ലാത്ത ഫീച്ചർ ആട്ടോ. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് AI ഫോട്ടോ ഡിറ്റക്ട് ചെയ്ത് നമ്മൾ പറയുന്ന ചേഞ്ച് ചെയ്തു തരും. സോ നിങ്ങൾക്ക് ഫോൺ തൊടേണ്ട ആവശ്യം പോലും ഇല്ല എഡിറ്റ് ചെയ്യാനായിട്ട്. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞ് എഡിറ്റ് ചെയ്യിക്കാൻ പറ്റും. വിച്ച് ഇസ് ഐ തിങ്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. അതായിരുന്നു അവർ ഹെവി ആയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ടിയിരുന്നതും. കൂടാതെ AI ലാൻഡ്സ്കേപ്പ്, പിന്നെ ഗ്ലെയർ ഉണ്ടെങ്കിൽ ഗ്ലെയർ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈവ് ഫോട്ടോസ് എടുക്കുമ്പോൾ അതിനെ 2K റെസൊല്യൂഷനിൽ ലൈവ് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറയിലുള്ള സൂത്ര പരിപാടി. ഇനി പെർഫോമൻസ്. സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റ് ആണ് ഇതിനകത്ത്. ഏകദേശം ഒരു 1 മില്യന്റെ AnTuTu സ്കോർ എത്തുന്നുണ്ട്. ആൻഡ് AnTuTu സ്കോർ റൺ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 36 ഡിഗ്രി വരെ ചൂട് പോകുന്നുള്ളൂ, വിച്ച് മീൻസ് കൂളിംഗ് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് AnTuTu ടെസ്റ്റ് പ്രകാരം ഇതിനകത്ത് LPDDR5X RAM ആണ്. സ്റ്റോറേജ് ടെസ്റ്റ് ഒക്കെ ഏകദേശം 1.2 lakhs വരുന്നുണ്ട്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് അറൌണ്ട് UFS 3.1 ആണ്. ഓവറോൾ ഹാർഡ്വെയർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഹാർഡ്വെയർ തന്നെയാണ്. ബട്ട് ഈ ഒരു പ്രൈസിന് നമ്മൾക്ക് OnePlus Nord 5 ഒക്കെ 8s Gen 3 വരുന്നുണ്ട്.
അതിൻ്റെ അത്രയില്ല. ഗെയിംസ് കളിച്ച് നോക്കി. കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ഞാൻ കളിച്ചു. അതിനകത്ത് അൾട്രാ ഫ്രെയിം റേറ്റിൽ നിങ്ങൾക്ക് ലോയിലാണ് കളിക്കാൻ പറ്റുന്നത്, മാക്സ് ഫ്രെയിം റേറ്റിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഗെയിം കളിച്ച് നോക്കി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടി ഒരുപാട് പരിപാടികൾ ഇതിനകത്ത് ആ സൈഡ് ബാറിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫംഗ്ഷൻസ് ഉണ്ട് ഇത് ഇവിടെ കാണാനായിട്ട് പറ്റും. ഗെയിമിംഗ് കോച്ച്, നെറ്റ്വർക്ക് ബൂസ്റ്റ്, ക്വിക്ക് സ്റ്റാർട്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ പെർഫോമൻസിനെ കൂട്ടാൻ വേണ്ടിയിട്ടൊരു GT മോഡ് എന്ന് പറഞ്ഞൊരു മോഡും കൂടിയുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ഫോണിൻ്റെ ടെമ്പറേച്ചർ ലേശം കൂടും, പക്ഷേ ഭയങ്കര ഹയസ്റ്റ് പെർഫോമൻസിലേക്ക് ഫോണിൻ്റെ മോഡ് മാറ്റും ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്. സോ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് ഒക്കെ ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഈ ഫോണിൻ്റെ ഫോം ഫാക്ടർ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല കേട്ടോ ഇതിനകത്ത് 7000 mAh ബാറ്ററി ഉണ്ടെന്ന്. കാരണം വെയിറ്റ് തീരെ ഇല്ല ഫോണിന്. അത്യാവശ്യം ഭയങ്കര വെയിറ്റ് കുറവാണ്, ഫോൺ സ്ലിമ്മാണ്. 7000 mAh ബാറ്ററി വരുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ ഇതായിരിക്കും. രസകരമായ കാര്യം, ഇത് 1 മണിക്കൂർ ചാർജ് ചെയ്യാൻ പറ്റും. ബോക്സിനകത്ത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. അത് വെച്ച് ഒരു 20 മിനിറ്റ്സിൽ 50%, 20-25 മിനിറ്റ്സിൽ 50% ആക്കാം. 1 അവറിൽ നിങ്ങൾക്ക് 100% ആക്കാൻ പറ്റും. ആൻഡ് 7000 mAh ബാറ്ററി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ ടു 1.5 ഡേയ്സ് കിട്ടും. അത് പറയാൻ വേറൊരു കാരണമുണ്ട്. ഇതിൻ്റെ UI റിയൽമി UI ആണ്. റിയൽമി UI 6 Android 15 ബേസ് ചെയ്തിട്ട്. അതിനു റിയൽമി UI നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ആഡ്സ്, ബ്ലോട്ട് വെയേഴ്സ്, ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, ആപ്പ് സ്റ്റോർ, ഈ വക തക്കടുതരിയുടെ പരിപാടികളെല്ലാം തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ഗെയിംസ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിന്ന് അതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അല്ലാത്ത പക്ഷം റിയൽമി UI ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു OnePlusൻ്റെ ഓപ്ഷൻ വോയിസ് പോലെയും കളർ വോയിസ് പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിൻ്റെ ബാക്കിയുള്ള കളർ വേരിയൻറ്റ്, ഇതിൻ്റെ പർപ്പിൾ വേരിയൻറ്റ് നോക്കുവാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ഗ്ലാസ് പോലിരിക്കും. ഇതിൻ്റെ വൈറ്റ് വേരിയൻറ്റ് നോക്കുവാണെങ്കിൽ ഗ്ലോസി ഫിനിഷ് ഗ്ലാസ് പോലിരിക്കും. ഇതിൻ്റെ ഈ പർട്ടിക്കുലർ കളർ നോക്കുവാണെങ്കിൽ ഇതാണ് ഒരു സാൻഡ് പേപ്പർ സ്റ്റൈൽ ഫീൽ വരുന്നുണ്ട്. സോ ബാറ്ററി 7000 mAh ഉണ്ടായിട്ട് ചിലപ്പോൾ 1 ഡേക്ക് നിൽക്കുള്ളൂ എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇത് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ്. ഇതൊരു AMOLED ഡിസ്പ്ലേ ആണ്. 4 സൈഡും കർവ്ഡ്, അതായത് റൈറ്റും ലെഫ്റ്റും നല്ലപോലെ കർവ്ഡ് ആണ്. ടോപ്പും ബോട്ടവും കുറച്ച് അത്രയ്ക്ക് കർവ് ഇല്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള 10 ബിറ്റിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇൻഡോറിൽ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് പോകുന്ന ഏകദേശം 1000 nits വരെയാണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ 1800 nits വരെ വരും. ആൻഡ് ഈ സ്ക്രീൻ കണ്ടു, ഈ സ്ക്രീനിൻ്റെ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമായിട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ 6500 nits വരെയും പോയിട്ടുണ്ട്. സോ മാക്സിമം ബ്രൈറ്റ്നസ് 6500 nits ആണ് ഇതിൻ്റെ. ആൻഡ് വെൽ ബിൽഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. IP69 റേറ്റിംഗ് ഉണ്ട്. സോ വെള്ളത്തിലൊക്കെ നിങ്ങൾക്ക് മുക്കി വെക്കാനായിട്ട് പറ്റും. പക്ഷേ ഫ്രണ്ട് പ്രൊട്ടക്ഷൻ ഏതാണെന്നറിയില്ല. ഗൊറില്ല ഗ്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ഗൊറില്ല ഗ്ലാസ് ആണെന്നറിയില്ല. പക്ഷേ സ്ക്രീൻ പ്രൊട്ടക്ടർ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് സ്ക്രീനിൻ്റെ മിഡിലായിട്ട് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഡിവൈസിനകത്ത് 2 നാനോ സിം ഇടാൻ പറ്റും. 9 5G ബാൻഡുകളുണ്ട്. ബാക്കിൽ IR റിമോട്ട് ഉണ്ട്. NFC-യുടെ ഫീച്ചർ ഇല്ല. 8GB 128ഉം 8GB 256 ഉണ്ട്. ഇത് 12GB 256 ആണ്. പിന്നെ 12GB 512GB ഉണ്ട്. മുകളിലായിട്ടും താഴെയായിട്ടും നിങ്ങൾക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. സാമ്പിൾ കേട്ട് നോക്കാം. സോ ലാസ്റ്റ് ടൈം റിയൽമി 14 Pro Plus ഉണ്ടായി. അപ്പോൾ ഒരു 14 Pro Plus വെച്ചിട്ടാണ് ഈ 15 Proനെ കമ്പയർ ചെയ്യുന്നത്. 14 Pro Plus ഓൾമോസ്റ്റ് ഒരു 30K ലാണ് ലോഞ്ച് ചെയ്തത്. 14 Pro ഒരു 25,000 ആയിരുന്നു. ഇപ്രാവശ്യം ആ Pro Plus മാറ്റിയിട്ട് പ്രോയിനെ 14 Pro Plusൻ്റെ ആ ഒരു 30K റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ പ്രൈസ് ആങ്കറിങ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഇതാണ് റിയൽമി 15 Pro. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ബഡ്സ് T200 ഇറങ്ങുന്നുണ്ട്. എൻ്റെ ഇതിൻ്റെ കളർ നോക്കിയേ, ഇതിൻ്റെ കളറല്ലേ നമ്മുടെ ചാനലിൻ്റെ പേരിന് പറ്റിയ കളറാണ്, നിയോൺ ഗ്രീൻ. അത്യാവശ്യം നല്ല TWS ആണ് കേട്ടോ. ഹൈറസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. LDAC സപ്പോർട്ട് ഉണ്ട്. 32dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. 3D സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്. ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് 5.4 ആണ്. 50 മണിക്കൂറിന് പ്ലേ ബാക്ക് ടൈം ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഇതും അത്യാവശ്യം നല്ലൊരു TWS തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്താണ് റിയൽമി 15 പ്രോയിനെ കുറിച്ച് തോന്നുന്നത് എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മളിങ്ങനെ അടുത്ത വീഡിയോ കാണാം. ബൈ.